ദില്ലിയിലെ കേരള ഹൗസിൽ ബീഫ് വിൽപ്പന നിരോധിച്ചിരിക്കുന്നു. ഈ വാർത്തയോട് പ്രതികരിക്കുന്നതിനായി ഇപ്പോൾ വി.ടി. ബൽറാം ചേരുന്നുണ്ട്. ശ്രീ ബൽറാം, ഇത്തരത്തിൽ ദില്ലിയിലെ കേരള ഹൗസിൽ ഇത്തരത്തിൽ ഒരു ബീഫ് വിൽക്കുന്നതിൽ വലിയൊരു നിരോധനം വന്നിരിക്കുകയാണ്. ഇന്നലെ കേരള ഹൗസിൽ ദില്ലി പോലീസ് നടത്തിയ ഒരു റെയ്ഡിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു നിരോധനം ഇപ്പോൾ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വാർത്തയോടുള്ള താങ്കളുടെ ആദ്യ പ്രതികരണം? ഡൽഹി പോലീസിന്റെ നടപടി തീർത്തും അനുചിതമായിരുന്നു. അധികാര പരിധിക്കപ്പുറത്തുള്ള അധികാര ദുർവിനിയോഗമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരള ഹൗസ് എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെയും കേരളത്തിലെ ജനങ്ങളുടെയും സ്വത്താണ്. ഇപ്പോ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇന്ത്യൻ എംബസികളൊക്കെ ഉണ്ടല്ലോ, ആ നിലയിലുള്ള ഒരു നയതന്ത്ര പ്രാധാന്യമുള്ള സ്ഥലമായി തന്നെ നമുക്ക് സംസ്ഥാനങ്ങളുടെ ഇത്തരത്തിലുള്ള സഭകളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹൗസുകളെ ഡൽഹിയിൽ കാണാവുന്നതാണ്. ആ അർത്ഥത്തിൽ ഓരോ സംസ്ഥാനത്തിന്റെയും ഭരണത്തെ ഡൽഹിയിൽ അതിനെ സഹായിക്കുകയും അവിടുത്തെ ആളുകളുടെ ഒരു ആശ്രയ കേന്ദ്രമാവുകയോ സാംസ്കാരിക കേന്ദ്രങ്ങളാവുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഭവനങ്ങളുടെ ദൗത്യം ഡൽഹിയിൽ. അപ്പൊ അതിനകത്ത് കയറി ഡൽഹി പോലീസ് എന്തോ വലിയ ഒരു ക്രിമിനൽ കുറ്റം അവിടെ നടക്കുന്നു എന്ന രീതിയിൽ അവിടെ കയറി ഇടപെടുന്നത് ഒട്ടും ഉചിതമായ ഒരു നടപടിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ ബൽറാം, ഈ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന്റെ ഒരു ആസ്ഥാന മന്ദിരം എന്ന നിലയിലാണ് കേരള ഹൗസിനെ നമ്മൾ പരിഗണിക്കുന്നത്. അവിടെ ഇത്തരത്തിൽ ഒരു റെയ്ഡ് നടത്തുകയും ബീഫ് വിൽക്കേണ്ടതില്ല എന്ന് അധികൃതർ തീരുമാനിക്കുകയും ചെയ്യുന്നു. പൊതുഭരണ വകുപ്പിന്റെ കീഴിലാണിത്. ഇന്ന് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് സംഭവത്തിൽ ദില്ലി പോലീസ് മിതത്വം പാലിക്കണമായിരുന്നു, ഇത് വലിയൊരു വിഷയം ആക്കേണ്ടിയിരുന്നില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അല്ല, ഡൽഹിയിൽ ഗോവധ നിരോധനം നിയമമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇത്തരത്തിലൊരു നിരോധനം ഇല്ല. അത്തരത്തിലുള്ള നിരോധന നിയമം ഇല്ലാത്ത പശ്ചാത്തലത്തിൽ ഡൽഹി പോലീസ് ചെയ്തത് തീർത്തും അധികാര ദുർവിനിയോഗം തന്നെയാണ്. അത് ഡൽഹി പോലീസ് കേന്ദ്ര സർക്കാരിന് കീഴിലാണ്, ഡൽഹി സർക്കാരിന്റെ പോലും കീഴിലല്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഇപ്പൊ സമീപകാലത്ത് ഇത്തരം വിഷയങ്ങളോടുള്ള അങ്ങേറ്റം പ്രതിലോമകരമായ നിലപാടുകൾ നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റിലേക്കും പടർന്നു കയറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോലീസ് ഒക്കെ നടപടി എടുക്കേണ്ടത് നിയമപരമായിട്ടാണ്. അല്ലെങ്കിൽ ഹലോ, പറഞ്ഞോളൂ ബൽറാം. ഭരിക്കുന്ന സർക്കാരിന് പലതരത്തിലുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും, അവരുടെ പ്രത്യയശാസ്ത്രപരമായ നിലപാടുകൾ ഉണ്ടാവും. അതൊന്നും പക്ഷേ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ അല്ലെങ്കിൽ ഭരണ നിർവഹണ ഏജൻസികളുടെ പ്രവർത്തനത്തിൽ ആ അർത്ഥത്തിൽ സ്വാധീനം ചെലുത്താൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഭരണകൂടത്തിന്റെ നിഷ്പക്ഷതയെക്കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. ഇവിടെ നിയമപരമല്ലാത്ത ഒരു പ്രവൃത്തി എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇടപെടാനുള്ള അധികാരം പോലീസിനുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ നിയമലംഘനങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു തരം മോറൽ പോലീസിംഗ് തന്നെയാണ് ഡൽഹി പോലീസ് നടത്തിയത്. യഥാർത്ഥ പോലീസിംഗ് അല്ല, ഒരു തരം സദാചാര സാംസ്കാരിക പോലീസിംഗ് ആണ്. അതിന് ഡൽഹി പോലീസിന് അധികാരമില്ല. അക്കാര്യത്തിൽ കേരള സർക്കാരിന്റെ ശക്തമായ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ, ഡൽഹി പോലീസിനെ നിയന്ത്രിക്കുന്ന ഏജൻസി എന്ന നിലയിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെ അറിയിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ബൽറാം, ഇത്തരത്തിൽ പൊതുഭരണ വകുപ്പിന്റെ കീഴിലാണ് കേരള ഹൗസ്, അതിന്റെ പൂർണ്ണ നിയന്ത്രണം മുഖ്യമന്ത്രിക്കാണ്. ഇത്തരത്തിൽ വളരെ ശുഷ്കമായ ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. മിതത്വം പാലിക്കണമായിരുന്നു, മാത്രമല്ല ഈ വിഷയത്തെ വലിയൊരു പ്രശ്നമായി കാണേണ്ടതില്ല എന്നുമാണ്. മുഖ്യമന്ത്രിക്ക് സ്ട്രോങ് ആയി ഒരു തീരുമാനം എടുത്തെങ്കിൽ ഇന്ന് കേരള ഹൗസിൽ ഇത്തരത്തിൽ ബീഫ് വിൽക്കേണ്ട എന്നൊരു തീരുമാനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നില്ലേ? മുഖ്യമന്ത്രി ഇക്കാര്യത്തെ കുറിച്ച് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല, ഞാൻ യാത്രയിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഞാൻ പറയുന്നത് അദ്ദേഹം ഏത് കോണ്ടെക്സ്റ്റിൽ പറഞ്ഞു എന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ എന്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഡൽഹി പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ അധികാര ദുർവിനിയോഗം നടത്തിയ സാഹചര്യത്തിൽ ഡൽഹി പോലീസിനെ നിയന്ത്രിക്കുന്ന കേന്ദ്ര ആഭ്യന്തര വകുപ്പിനോട് ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിനുള്ള ശക്തമായ പ്രതിഷേധം അറിയിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നാണ് എനിക്ക് ശ്രീ ബൽറാം, ദയവായി തുടരുക. മുഖ്യമന്ത്രി കോഴിക്കോട് പറഞ്ഞ വാക്കുകളുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി PV കുട്ടൻ ചേരുന്നുണ്ട്. കുട്ടൻ, ഇത്തരത്തിൽ കേരള ഹൗസിലെ ബീഫ് വിൽക്കേണ്ടതില്ല എന്ന തീരുമാനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് എന്തൊക്കെയാണ്? സ്വാമി, ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് പ്രസ് ക്ലബിൽ നടത്തിയ മുഖാമുഖ പരിപാടിയിൽ മാധ്യമപ്രവർത്തകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രിയോട് ഉന്നയിച്ചത്. എന്നാൽ അദ്ദേഹം ഒരു വ്യക്തതയില്ലാത്ത രീതിയിലുള്ള മറുപടികളാണ് ഈ ചോദ്യത്തിന് പലപ്പോഴും ഉത്തരമായി നൽകിയിരിക്കുന്നത്.
പക്ഷേ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഈ വിഷയത്തിൽ കേരള ഹൗസിൽ ഇന്നലെ നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട് ദില്ലി പോലീസിന്റെ നടപടി തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ദില്ലി പോലീസ് മിതത്വം കാണിക്കണമായിരുന്നു. കേരള ഹൗസ് ഒരു സ്വകാര്യ ഹോട്ടലോ സ്വകാര്യ സ്ഥാപനമല്ല, സർക്കാരിന്റെ സ്ഥാപനമാണ്. അവിടെ ഒരു പരാതി കിട്ടിയാൽ പോലും പരിശോധിക്കാൻ അതിന് അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. അതൊന്നും പാലിക്കാതെയാണ് അവിടെ റെയ്ഡ് നടത്തിയത്. തെറ്റായ നടപടിയാണ്. ഈ ദില്ലി പോലീസ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ പിന്നീട് ഈ നിരോധനം സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് വലിയ വിഷയമാക്കേണ്ടതില്ല എന്നും അത് ഒരു പ്രശ്നമായി കാണേണ്ടതില്ല എന്ന തരത്തിലുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാധ്യമപ്രവർത്തകർക്ക് നൽകിയിരിക്കുന്നത്. സ്വാമി PV കുട്ടനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ശ്രീ VT ബൽറാമിലേക്ക് തന്നെ വീണ്ടും പോകുന്നു. ബൽറാം, കുട്ടൻ പറഞ്ഞ കാര്യങ്ങൾ താങ്കളും കേട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. കേരള പോലീസ് ഇത്തരത്തിൽ ദില്ലി പോലീസിന്റെ നടപടി തെറ്റായി പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ പ്രതികരണം മതിയോ? ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലുള്ള ഒരു നടപടിയാണ് ഉണ്ടാകണമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ വാക്കുകളല്ല ഞാൻ കേട്ടത്. കൈരളി ടിവിയുടെ റിപ്പോർട്ടർ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ് ഞാൻ ഇപ്പോൾ കേട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായ ഒരു പ്രതികരണം ഇപ്പോൾ സാധ്യമല്ല. ഏതായാലും നിങ്ങളുടെ റിപ്പോർട്ടർ തന്നെ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ മുഖ്യമന്ത്രി ആ നടപടിയെ ശക്തമായി എതിർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഡൽഹി പോലീസിന് ഇക്കാര്യത്തിൽ അധികാരമില്ല, അവർ ചെയ്തത് പൂർണ്ണമായി തെറ്റാണ്, അവരുടെ അധികാര പരിധിക്ക് അപ്പുറത്തുള്ള ഒരു കാര്യമാണ് അത് ചെയ്തത്, അത് എല്ലാ തരത്തിലുള്ള കീഴ്വഴക്കങ്ങളും നിയമത്തിനും എതിരാണ് എന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന അതേ വാക്കുകൾ തന്നെ ഒരുപക്ഷെ എല്ലാവരിൽ നിന്നും ഉണ്ടാകണം എന്ന് പ്രതീക്ഷിക്കുന്നതിന് അർത്ഥമില്ല. ഏതായാലും ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാട് സർക്കാർ ഔദ്യോഗികമായി തന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെ അറിയിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ VT ബൽറാം ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ദില്ലിയിലെ കേരള ഹൗസിൽ ബീഫ് കറി വിൽക്കുന്നത് വേണ്ട എന്ന് വെച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ദില്ലി പോലീസ് കേരള ഹൗസിൽ ഗോമാംസവുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധന നടത്തിയിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ബീഫ് കറി വിൽക്കേണ്ടതില്ല എന്ന് ക്യാൻറ്റീൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണവും വന്നിട്ടുണ്ട്. സംഭവത്തെ വലിയൊരു പ്രശ്നമാക്കി കാണേണ്ടതില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ദില്ലി പോലീസ് സംഭവത്തിൽ മിതത്വം പാലിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്ത് ഈ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു. പ്രമുഖരെല്ലാം